തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നുള്ള പ്രഖ്യാപനവുമായി സംസ്ഥാനത്തുടനീളം വാർഡുകളിൽ ക്യാമ്പയിൻ നടത്താൻ ഒരുങ്ങുകയാണ് ആശാപ്രവർത്തകർ. മുതലാളി വർഗ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി തികച്ചും ന്യായമായ ഒരു സ്ത്രീ തൊഴിലാളി സമരത്തെ തകർക്കാൻ പൊതുഖജനാവിൽ നിന്നും കോടികൾ ചെലവിട്ട് 8.5 മാസക്കാലം നീചമായി ശ്രമിച്ച ഈ സർക്കാരിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ 8 മാസക്കാലം ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നവരാണ് ആശാപ്രവർത്തകർ. ന്യായമായ ഓണറേറിയം അടക്കം വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയിട്ടായിരുന്നു സമരം. സമൂഹത്തിൻ്റെ നാനാതുറങ്ങളിൽ നിന്നുള്ളവർ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ ആ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ച് ആശാമാരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയാണ് സർക്കാർ എതിരേറ്റത്. അവിടെ നിന്നും തളരാതെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആശാസമരം അലയടിക്കുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും അക്കൂട്ടത്തിൽ തുച്ഛമായ വേതനം നൽകി അവരെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ആശമാർ പ്രാദേശിക തലങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സമരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പത്തനംതിട്ട കൊയിപ്രം ബ്ലോക്കിലാണ് പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം അത്യപൂർവവും ചരിത്രത്തിൽ ഇടം നേടുന്നതും തന്നെയാണ്. കോൺഗ്രസ് അംഗം കെ അജിതയാണ് പുതിയ കൊയിപ്രം ബ്ലോക്ക് പ്രസിഡന്റ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതുവരെ തുടരുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ള അപൂർവതയും ഇതിനുണ്ട്. നിരവധി രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന് നേരത്തെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു കൊയിപ്രം. ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൂടെ കൊയിപ്രം വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഭാഗമാകാനും സാധ്യതയുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എല്ലാവരും സജീവമായി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് 20 ദിവസം മുൻപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ഒഴിവ് നികത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ഇതേ തുടർന്നാണ് ഇന്നലെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ യോഗം ചേർന്നത്. LDF ബഹിഷ്കരിച്ച യോഗത്തിൽ കോൺഗ്രസിലെ കെ അജിതയെ പ്രസിഡന്റായി. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും വരെ ഇവർക്ക് തുടരാൻ കഴിയും. LDFൽ നിന്നും UDFൽ എത്തിയ കൊയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഫിലിപ്പ് രാജിവെച്ചതോടെയാണ് ഒഴിവ് വന്നത്. UDFൽ നിന്നും തിരികെ LDFൽ എത്തിയ സൂസൻ പ്ലാങ്കമണ്ണിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുന്നുമുണ്ട്.